ഇത് റൊളീനിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ആത്തവർഗത്തിൽപ്പെട്ട ഈ ചെടിക്ക് ചെടി നട്ടിട്ട് ഏതാണ്ട് 2 വർഷം ആയിട്ടുള്ളൂ. ഇത്തല 4 കായുണ്ടായി. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിന് വളരെ നല്ല ഒരു ഫ്രൂട്ടായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ചെറിയ പല ചെറുപഴങ്ങളെ ചെടികളെക്കാൾ ഉപരിയായി വലിപ്പമുള്ള ഒരു പഴമാണിത്. ഇത് കായുണ്ടായാൽ 3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ പഴം പറിക്കാവുന്നതാണ്. ഏതാണ്ട് 500 ഗ്രാം മുതൽ 1 കിലോ വരെ ഉദ്ദേശം തൂക്കം വരും. ആത്തവർഗത്തിൽപ്പെട്ടതാണെങ്കിലും ഇതിനകത്ത് കുരു വളരെ കുറവാണ്. നല്ല വൈറ്റിഷ് അല്ലെങ്കിൽ മിൽക്കി, അതും അല്ലെങ്കിൽ ഐസ്ക്രീം പോലത്തെ ഒരു ക്രീം മാതിരിയുള്ള ഫ്രൂട്ടാണിത്. ചെടിയുടെ വൈറ്റമിൻ സിയും കാൽസ്യവും ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ വലിപ്പവും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് കഴിക്കാനായിട്ടുള്ള ഇതുകൊണ്ട് അധികം മധുരമില്ല. ചെറു മധുരത്തോടു കൂടി മറ്റ് അരുചികളൊന്നും തന്നെയില്ല. നല്ലൊരു ഫ്രൂട്ടായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നത്. ഇത് ഒരു പഴം ഞാൻ ഇത് മുറിച്ച് അതിൻ്റെ അകഭാഗം കാണിച്ചു തരാം. ആത്തക്കാട് തന്നെ ടേസ്റ്റ് ആണെങ്കിൽ പോലും കുരു കുറവുള്ളതുകൊണ്ടും ഒരു ക്രീമി സ്വഭാവം ഉള്ളതുകൊണ്ടും ഒരു ടേസ്റ്റി ഫുഡായിട്ട് തന്നെ തോന്നിക്കും. ഒരു പഴം ഒരാൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട് അത്രയും ഫ്രഷായിട്ടുള്ള ഭാഗങ്ങൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കാൽസ്യം, വൈറ്റമിൻ സി എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് അമേരിക്കയിൽ നിന്നും വന്നതായിട്ടാണ് അറിയപ്പെടുന്നത്. അവിടെയൊക്കെ ഇത് ധാരാളം കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. റൊളീനിയ ചെടി ഒത്തിരി വലിയ വൃക്ഷമാകുന്ന ഒരു ചെടിയല്ല. അതുപോലെ തന്നെ ഷെയ്ഡ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അധികം കാലതാമസമില്ലാതെ തന്നെ ഇതിൻ്റെ ഫലം നമുക്കെടുക്കാൻ പറ്റുന്നതാണ്. ഈ 3 കാര്യവും ഈ ചെടിയെ സംബന്ധിച്ച് ഒരു നേട്ടം തന്നെയാണ് കൃഷി ചെയ്യുന്നതിന്.